നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും. കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാന കൃഷ്ണ മാത്രമാണ് സിനിമാ രംഗത്തുള്ളത്. എന്നാൽ നടിയും ഇപ്പോൾ മറ്റ് സഹോദരിമാരെ പോലെ സോഷ്യൽ മീഡിയയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിരവധി പ്രേക്ഷകരും ഇവരുടെ വീഡിയോകൾ കാണാനുണ്ട്. ഇതിന് പ്രധാന കാരണം തന്നെ കൃഷ്ണകുമാർ കുടുംബത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ആഘോഷങ്ങളും ചടങ്ങുകളും ഇവർ വ്ലോഗായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ദിയ കൃഷ്ണയുടെ വളകാപ്പും അതിന്റെ വിശേഷങ്ങളുമായിരുന്നു പങ്കുവച്ചിരുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയ കുടുംബത്തിന് ദിയ കൃഷ്ണയ്ക്കുള്ള ഓൺലൈൻ ബിസിനസ്സും പ്രേക്ഷകർക്കിടയിൽ പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോഴിതാ ജി കൃഷ്ണകുമാറിന് മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തു. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള ആരോപണങ്ങളാണ് പരാതിയിൽ ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ സുഹൃത്തായ സന്തോഷിനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മക്കളും ഭാര്യയും അടക്കം 6 പേരാണ് കേസിലെ പ്രതികൾ. തിരുവനന്തപുരം കവടിയാർ ദിയ കൃഷ്ണ നടത്തുന്ന ആഭരണ ഷോപ്പിലെ ജീവനക്കാരികളായിരുന്നു പരാതിക്കാർ. ഇവർ സ്ഥാപനത്തിൽ നിന്നും വൻ തുക വെട്ടിച്ച് നടത്തിയതായി കാട്ടി നേരത്തെ കൃഷ്ണകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ തങ്ങളെ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന് കാട്ടി പരാതിപ്പെട്ടിരിക്കുന്നത്. ദിയയുടെ OBYOC എന്ന സ്ഥാപനത്തിലെ 4 വനിതാ ജീവനക്കാർ QR കോഡിൽ തിരിമറി നടത്തി 69 ലക്ഷം രൂപയോളം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത്. സ്ഥാപനത്തിൽ നടത്തിയ ഓഡിറ്റിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയതെന്നും പറയുന്നു. തുടർന്ന് ഈ ജീവനക്കാരികളെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുകയും അവർ തെറ്റ് സമ്മതിക്കുകയും ചെയ്തുവെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. നിയമ നടപടികളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ തട്ടിപ്പ് നടത്തിയ പണം തിരികെ കൊടുക്കണമെന്ന് ജീവനക്കാരികളോട് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ഇവർ 8 ലക്ഷം രൂപ തിരികെ നൽകിയെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു. ബാക്കിയുള്ള പണവും തന്ന് തീർക്കാമെന്നും കേസ് കൊടുക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നുവെന്നും നടൻ പറയുന്നു. ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം തിരികെ പോയ ഇവർ പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നും കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്.